നമ്മൾ അങ്ങോട്ട് ഇറങ്ങണ്ട. നമ്മുടെ വടക്കേ വസ്തുവിനകത്തോട്ട് അവരിങ്ങനെ നോക്കിയിരിക്കുക ബൈനോക്കുലർ വെച്ച്. വടക്കേലാണെങ്കിൽ ബൈനോക്കുലർ വെച്ച് നോക്കിയിരിക്കുക. എന്തോ നമ്മൾ നമ്മുടെ വസ്തുവിനകത്തോട്ട് അവര് കമന്റാ കമന്ററിയാ കമന്ററി. അത് കമന്ററി പറഞ്ഞു. അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അതോടൊപ്പം തന്നെ മണലൂർ കേന്ദ്രീകരിച്ച് വോട്ട് മാറ്റുന്നതിന് വേണ്ടി വോട്ട് മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 8 കോടിയിൽ നിന്ന് അവരുടെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രാദേശിക നേതാക്കൾക്ക് ഈ പണം കൈമാറി അതിനെയാണ് ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കെ പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തി ബിജെപിയുമായി വളരെ കാലങ്ങളായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം രാവിലെ കോൺഗ്രസ്സുകാരനാണെങ്കിൽ രാത്രി ബിജെപിക്കാരനാണെന്നാണ് ഈ കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബിജെപിക്ക് വേണ്ടി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പലതരത്തിലുള്ള നടത്തുന്ന വ്യക്തിയാണ് കെ പ്രതാപൻ. അത് പണം വാങ്ങിക്കൊണ്ട് കോടികൾ വാങ്ങിക്കൊണ്ട് വേണ്ടിയിട്ടാണ് ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. അത് അതിന്റെ പണമിടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് തട്ടിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. സാമ്പത്തിക ഇടപാടുകൾ ഈ പ്രധാന കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവൃത്തികളും അതായത് ഈ പ്രതാപൻ യാതൊരു പറഞ്ഞ വാക്കുമായി ചേർന്ന വ്യക്തിയാണെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്ന വ്യക്തിയാണ്. അതോടൊപ്പം പണം മേടിച്ച് പലതരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അതിന് ഈ വാടാനപ്പള്ളിയിലെ വിറ്റുവരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നമ്മുടെ റിസോഴ്സ് ബിജെപിയിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ കെ പ്രധാനം? എന്താണ് ഈ വിറ്റുവരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ? അദ്ദേഹം പറഞ്ഞത് അത് അവർക്ക് പ്രാദേശിക നേതാക്കളുടെ വലിയ ഇതെല്ലാം വെളിപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവാണ്. നിലവിൽ അദ്ദേഹം കോൺഗ്രസിന്റെ ഭാരവാഹിയായിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായും അങ്ങനെ അത്തരത്തിലൊരു നേതാവ് ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ സ്ഥലമില്ല. കോൺഗ്രസ് ബന്ധപ്പെട്ടിട്ടുള്ള അപമാനകരമായ അവസ്ഥയുടെ വിവരമാണ് ശ്രീ ഫിറോസ് ഇന്ന് മാധ്യമ പ്രവർത്തകരുമായിട്ട് പറഞ്ഞു. എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായി ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ വിശദീകരിച്ചത്. ഇതേക്കുറിച്ച് വിശദീകരിക്കേണ്ടതും മറുപടി നൽകേണ്ടതും കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതാക്കൾ തന്നെയാണ്. ശ്രീ ഫിറോസ് പറഞ്ഞ കാര്യം ഒന്ന്, ഈ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം മത്സരിക്കുന്ന ഘട്ടത്തിൽ
കെ മുരളീധരനാണ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി. ശ്രീ പ്രതാപനെ അന്ന് ഒരുപാട് ബോർഡുകളൊക്കെ അടുപ്പിച്ചു വെച്ചെങ്കിലും അദ്ദേഹത്തെ മത്സര രംഗത്ത് മാറ്റുകയില്ല. അത്തരമൊരു ഘട്ടത്തിൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ബി.ജെ.പിയെ ജയിപ്പിക്കാൻ ഒരു അന്തർനാടകം, ഒരു അന്തർധാര നടന്നു. അത് വെറുതെ ധാരയല്ല, വൻതോതിൽ പണമിടപാട് നടന്നു എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് വിശദീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും അതേക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത് ഈ ഗുരുതരമായ ആരോപണങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ബന്ധപ്പെട്ടവർ നടത്തുകയും ചെയ്യണം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രധാനമന്ത്രിയുണ്ടായ വൈകല്യത്തെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. അന്ന് കൊല്ലത്തിന്റെ ടീച്ചറുമായി ബന്ധപ്പെട്ട് പണി കിട്ടിയ പ്രധാനമന്ത്രിയായി അവരെ വീടുകൾ സ്വാഭാവികമായും അസ്വസ്ഥതകളുണ്ട് പ്രധാനമന്ത്രി. പക്ഷെ ഇവിടെ നേരിടുന്നത് മഴകളിൽ നിന്ന് മാത്രം പുറത്തുവന്നിട്ട് നേരിടുകയും ചെയ്തിരുന്നു. 8 പോയിന്റ് വാങ്ങിയ പ്രധാനമന്ത്രി മത്സരങ്ങളുണ്ട്. അല്ല, അദ്ദേഹം പ്രശ്നത്തിൽ പറഞ്ഞൊരു കാര്യം, ലഭിച്ച പണം പലർക്കുമായി പങ്കുവെക്കപ്പെട്ടു എന്നുള്ളതാണ്, പലരിലേക്ക് വെച്ചു എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾ മാത്രമല്ല, പക്ഷെ അതിന്റെ അന്തർനാടകങ്ങൾക്ക് ചെലവ് വരുന്നത് മുഖ്യമായും ഇദ്ദേഹമാണെന്നാണ് ഫിറോസ് ആരോപിക്കുന്നത്. അപ്പൊ പറയുന്നത് കോൺഗ്രസ് നേതാവാണ്, നിലവിൽ അദ്ദേഹം കോൺഗ്രസ് ഭാരവാഹിയാണ്. അത്തരത്തിലൊരാൾ ഇങ്ങനെ ഒരു കള്ള കച്ചവടത്തെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് സമൂഹം കോൺഗ്രസ് ചെന്നുപെട്ട അഴുക്കിലാളെ കുറിച്ച് തികച്ചും ബോധവാന്മാരാകണം എന്നതാണ് പറയാനുള്ളത്. പ്രവൃത്തിയും വാക്കും പെരുമാറ്റവും ഇതൊക്കെ തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് ആനയിച്ചു കൊണ്ടുവരുമ്പോ നേരത്തെ പറഞ്ഞ മനസ്താവമൊക്കെ പ്രധാനമന്ത്രിയുണ്ടായിരുന്നു. പക്ഷെ അത് പുറത്തു കാണിക്കുക, അതേ വേർത്ത് തുറച്ചു കൊടുക്കുക, ഇവർക്ക് ഉപയോഗിക്കുക, എന്തെല്ലാം നാണയങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷേ നടന്ന കളികൾ എത്രയാണ്, ഇതൊക്കെയാണ്. അപ്പൊ അത് തുറന്ന് ഒരു കോൺഗ്രസ്